हेडलाइंस। मैं भूषण रामकृष्ण गवई, जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूं, भय या पक्षपात, अनुराग या देश के बिना पालन करूंगा तथा मैं संविधान और विधियों की मर्यादा बनाए रखूंगा। സുപ്രീം കോടതി 52ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായ് ചുമതലയേറ്റു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദളിത് വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ ന്യായാധിപൻ. നവംബർ 23 വരെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ ബി ആർ ഗവായ് തുടരും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. കൊച്ചി കടവന്ത്രയിൽ റെയിൽവേ കാറ്ററിംഗ് സെന്ററിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയത് വന്ദേ ഭാരത് അടക്കം ട്രെയിനുകളിൽ വിതരണം ചെയ്യാനുള്ള ഭക്ഷണം. സ്വകാര്യ വ്യക്തിയുടെ കാറ്ററിംഗ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ. ഭക്ഷണം പിടികൂടിയത് കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. സ്ഥാപനത്തിനെതിരെ നിരന്തരം പരാതി ഉണ്ടായിരുന്നതായി കടവന്ത്ര കൗൺസിലർ. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകനെ കണ്ടെത്താനാകാതെ പോലീസ്. അഭിഭാഷകൻ ബെയിലിൻ ദാസ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നു കളഞ്ഞതായി വിവരം. 2 തവണ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചെന്ന് എഫ്ഐആർ. കേരളീയ സമൂഹത്തിനും അഭിഭാഷക സമൂഹത്തിനും അപമാനമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. വനിതാ കമ്മീഷൻ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തുമെന്ന് പി സതീദേവി. ഇന്ത്യ പാക് വെടിനിർത്തലിന് ശേഷമുള്ള ആദ്യ കേന്ദ്രമന്ത്രി സഭായോഗം ഇന്ന്. നിലവിലെ സാഹചര്യം വിലയിരുത്തും. സുരക്ഷാകാര്യ സമിതി യോഗവും ചേരും. അതിർത്തി മേഖലകളിൽ സ്ഥിതി ശാന്തം. നല്ലോണം എന്നെ മർദ്ദിച്ച് കൊല്ലുമെന്ന് പറഞ്ഞു തന്നെ മർദ്ദിച്ചതാ. നല്ലോണം മദ്യപിക്കും, വേറെ എന്തെങ്കിലും ലഹരിയൊക്കെ ഉപയോഗിക്കേണ്ട. ചുണ്ടിൻ്റെ അടിയിലൊക്കെ വെക്കലുണ്ട്. എന്തോ ഒരു പാക്കറ്റൊക്കെ കാണുന്നുണ്ട്. കോഴിക്കോട് ലഹരിക്കടിമയായ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി. അർദ്ധരാത്രി വീട് വിട്ടോടിയ യുവതിക്കും മകളും ആശുപത്രിയിൽ ചികിത്സയിൽ. ക്രൂരമർദ്ദനത്തിനിരയായത് അമ്പായത്തോട് സ്വദേശി നറ്റ്സയും മകളും. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ മകൾക്കും ഭർത്തൃമാതാവിനും പരിക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. കാസർകോട് അപകട ഭീഷണി ഉയർത്തി മട്ടലായിക്കുന്നും വീരമലക്കുന്നും. ദേശീയപാത നിർമ്മാണത്തിനായി വലിയ തോതിൽ മണ്ണിടിച്ചത് അപകട ഭീഷണിയായി. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവും ശക്തം. കാനഡയിൽ മന്ത്രിസഭ രൂപീകരിച്ച മാർക്ക് കാർണി. 28 മന്ത്രിമാരിൽ 24 പേർ പുതുമുഖങ്ങൾ. ഇന്ത്യൻ വംശജനായ അനിത ആനന്ദ് പുതിയ വിദേശകാര്യമന്ത്രി. മനീന്ദർ സിംഗ് സന്ധു അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി. ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന്.